സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹിമിന്റെ ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ജയിൽ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായതായാണ് സൂചന. താമസിയാതെ അബ്ദുറഹിമിന് നാട്ടിലെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 2006 കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം ജയിലിലാവുന്നത്. പൊതു അവകാശ കേസിൽ കോടതി വിധിച്ച 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്നാണ് സൂചന. താമസിയാതെ ആഭ്യന്തര മന്ത്രാലയം ഫൈനൽ എക്സിറ്റ് വിസ അനുവദിക്കും. ഇതോടെ സൗദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തുടർന്ന് യാത്രാ തീയതി ക്രമീകരിച്ച് നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷ. രാജ്യം വിടാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സ്വകാര്യ അവകാശ കേസിൽ അബ്ദുറഹീമിന് കോടതി വിധിച്ചത് വധശിക്ഷയായിരുന്നു. 15 മില്യൺ റിയാൽ അഥവാ 34 കോടിയോളം രൂപ മോചനദ്രവ്യം വാങ്ങി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകി. കോടതി വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ പൊതു അവകാശ കേസിലെ തടവ് ശിക്ഷയ്ക്ക് ശേഷം മോചനത്തിനുള്ള വഴി തെളിഞ്ഞു. മോചനദ്രവ്യം നൽകാനുള്ള പണം മലയാളികൾ ഒറ്റക്കെട്ടായി സ്വരൂപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുറഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബവും മലയാളികളും. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.